ന്യൂസിലൻഡിൽ യൂബർ ഈറ്റ്സ് ഇല്ല, യൂബർ ഈറ്റ്സ് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ യൂബർ ഈറ്റ്സ് ഓടാറുണ്ട്. നമ്മുടെ നാട്ടിൽ യൂബറൊക്കെ ഓടുന്നവരുണ്ടാവില്ലേ. അപ്പം ഇവിടെ എങ്ങനെ, ന്യൂസിലൻഡിൽ എങ്ങനെയാണ് നമ്മൾ യൂബർ ഉപയോഗിക്കുന്നത്? യൂബർ ഈറ്റ്സ് നമ്മൾ ടാക്സി, യൂബർ ഈറ്റ്സ് ടാക്സി എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, യൂബർ ഈറ്റ്സ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന പരിപാടി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇവിടെ എത്ര പൈസ നമുക്ക് കിട്ടും ഏകദേശം ഓടിക്കഴിഞ്ഞാൽ, യൂബർ ഈറ്റ്സിൽ അത് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം ഞാനും ഉണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ ഷോണും കൂടെ കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് യൂബർ ഈറ്റ്സ് പോയി നോക്കുക. റെഗുലറായിട്ട് ഓടുന്ന ആൾക്കാരല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം റെഗുലറായിട്ട് ഓടുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പം ഞങ്ങൾക്ക് എത്ര കിട്ടിയെന്നൊക്കെ ഞങ്ങൾ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. KFC അല്ലേ? സബ്വേയാ? ഞങ്ങൾ സബ്വേയിലേക്ക് എത്തി. സബ്വേയിലാണ് ഞങ്ങൾ ഇന്ന് ഇതെടുക്കുന്നത്, ഓർഡർ എടുക്കുന്നത്. സബ്വേയിലേക്ക് ഒരു $7 ഒരു ഓർഡർ കിട്ടിയിട്ട് നമുക്ക്. അപ്പം ഷോൺ അവിടെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ യൂബർ ഓടുന്നതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ഒന്ന്, നമുക്ക് കാലാവസ്ഥ ഇവിടെ പെട്ടെന്ന് മഴ വരും, അതുപോലെ തന്നെ കാറ്റും, അങ്ങനെയുള്ള കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ചസ് വരും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വെയിലായിരിക്കും, പക്ഷെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇവിടെ മഴ പെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് മഴയത്ത് യൂബർ ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്ന് പിസ്സയൊക്കെ ആണെങ്കിൽ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനയാതെ കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിക്കണ്ടേ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടുന്ന് കയറി കിട്ടോടാ, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തോ. ഞങ്ങൾ ഇപ്പം ഇത് കൊണ്ടു കൊടുക്കാൻ വന്ന ആ ഒരു വഴിയിൽ ഇത്തിരി ഒരു സിഗ്നലും കൂടെ അവന് മാറിയെടുത്തു. അതുകൊണ്ട് ഒരു കുറച്ച് സമയം കൂടുതൽ വന്നു. ഒരു 1/2 കിലോമീറ്റർ അല്ലേ, ഒരു 1/2 കിലോമീറ്റർ നമുക്ക് കൂടുതൽ പോകേണ്ടി വന്നു. അപ്പം കസ്റ്റമർ തെരു വിളിക്കുമെന്ന് അറിയത്തില്ല. കസ്റ്റമർ റേറ്റ് കൂട്ടി തരും അല്ലേ. മഴയത്ത് അതുപോലെ നല്ല റഷും ആയിരിക്കും, അതായത് പെട്ടെന്ന് നല്ല ഓർഡറും കിട്ടും ഇവിടെ. പിന്നെ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈക്വലായിട്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടി നീ ഇവിടുന്ന് ഇതെവിടെയാണ് കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ആ കാണുന്ന വീട്ടിലാ ചേട്ടൻ്റെ. അതാണോ 53 ആണോ? എത്രയത്? 50. വണ്ടി ഉണ്ടോ? എവിടെയാ അയാളുടെ അഡ്രസ്? 55 ആണോ അത്? 53 കഴിഞ്ഞ് 53 ആ കാണുന്നത്. അവനെന്തായാലും മുമ്പിൽ നടക്കുന്നുണ്ട്, ഞാനും പുറകിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാണിച്ചു തരാവേ. 55 അല്ലേടാ? ഇത് 55. നീ അവിടെ കൊണ്ട് കൊടുത്തിരുവാ. അപ്പം ഞങ്ങൾ ഒരു ഓർഡർ ഞങ്ങൾ കൊണ്ട് ഫിനിഷ് ചെയ്തു. അപ്പം $7.34 നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു ഓർഡറിന് കേട്ടോ. അത് ഏകദേശം നമ്മുടെ നാട്ടിലെ കണക്ക് നമുക്ക് പറയാം, അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഞങ്ങൾ ലാസ്റ്റ് എത്ര കിട്ടി, അത് നാട്ടിൽ എത്രയാണ് നമുക്ക് ഇവിടുന്ന് ഏകദേശം കണക്കൊക്കെ പറയാം. പിന്നെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ. അപ്പം ഞങ്ങൾ ഒരു ഓർഡർ കഴിഞ്ഞു, അടുത്ത ഓർഡർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, വരുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? എന്ത് തന്നെ നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ അല്ലേ? ആ അമ്മച്ചിക്ക് എങ്ങനെ പോലും ഒരു 88-90 വയസ്സ് പ്രായമുണ്ട്. ഇത്രയും പ്രായമുള്ള നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ എല്ലാവരും നല്ല പ്രായമുണ്ടെങ്കിലും ജോലി ചെയ്യും എല്ലാ ആൾക്കാരും. അതെനിക്ക് തോന്നുന്നൊരു ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഏജ് ആയാലും ഇവിടെ റിട്ടയർമെൻറ്റ് പ്രായമുണ്ട്. 50 സംതിങ്, 60 കണ്ടെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ജോലിക്ക് പോകും, പാർട്ട് ടൈം ആയിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിപാടി. ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. പിക്ക് ചെയ്ത് നമ്മൾ ഒരു ഓർഡർ കിട്ടി. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് ഇതെവിടെയാണ് കിട്ടിയിരിക്കുന്നത്? ഇത് ഇവിടെ നിന്ന് 200 മീറ്റർ. ഏതാ സാധനം? ഐലൻഡ് വേ ആണ്, അങ്ങോട്ടാണോ അത്? ഇത് എങ്ങോട്ടാ? റെഡി ഫ്രൂട്ട്സ് അങ്ങോട്ടാ. ഓ അങ്ങോട്ടാണോ? നോക്കാനുള്ള അങ്ങോട്ടല്ലേ? അങ്ങോട്ട്. ഇത് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ആ കോർണറിൽ അങ്ങോട്ട് പോകുമ്പോഴാട്ടോ. നീ ഒരു കാര്യം ചെയ്യേ, എടുത്തോ, നേരെ വിട്ടോ. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള പ്രശ്നമുണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചടങ്ങ്.
അപ്പം യൂബർ ഈറ്റ്സ് നമുക്ക് ഓടുന്നേക്കാളും വലിയ ഏറ്റവും വലിയ ചടങ്ങ് നമ്മൾ ഇറങ്ങിപ്പോണമല്ലോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ഭക്ഷണം എടുക്കണം. ഇവിടെ നമ്മൾ യെല്ലോ ലൈനിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അതുപോലെ തന്നെ 30 മിനിറ്റ്സ്, 60 മിനിറ്റ്, 120 മിനിറ്റ്സ്, അങ്ങനെ ആ മിനിറ്റ്സ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അവിടെ എല്ലാം വണ്ടി ഉണ്ടാവുകയും ചെയ്യും. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതൊക്കെ ഈ വണ്ടികളൊക്കെ ഈ സൈഡിൽ കിടക്കുന്നൊക്കെ ഇതുണ്ട്. ഇത് 60 മിനിറ്റ് ആണ്. ഇവിടെ നമ്മൾ വിട്ടോടാ സിഗ്നൽ അല്ലേ? ഇവിടെ അല്ലേ? ഇവിടെ ഇട്ടോ. അതിനകത്ത് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പം അതാണ് പ്രശ്നം. നീ എടുത്തിട്ട് പോരാ പിന്നെ, ഞാൻ അങ്ങോട്ട് കടയിലേക്ക് വരണം. ആൾക്കാർ കാണുമ്പം ശരിയാവില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. നമുക്കിവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കണമെങ്കിൽ, പക്ഷേ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളില്ല കേട്ടോ. കാരണം സാധനം എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം, നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണ്ടല്ലോ. ജസ്റ്റ് വന്ന് ആളെ പിക്ക് ചെയ്ത് നമുക്ക് പോയാൽ മതി. അപ്പം ഇവനിത് ഷോൺ പോയിട്ട് സാധനം എടുത്തിട്ട് ഫുഡ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. ഞങ്ങൾ സാധനം എടുത്തു. ഇനിയിപ്പം കസ്റ്റമർ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാം. 4 മിനിറ്റ് ഉണ്ട്. 12:06 നമുക്കവിടെ ഇപ്പം 5 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് കൊണ്ട് നമുക്കവിടെ കസ്റ്റമർ. എടാ ഇവിടെ നിന്നായിരുന്നോ? ഇവിടെ നിന്നല്ല, ആണോ? ഓ അങ്ങനെ കയറാൻ വേണ്ടിയാ. അപ്പം എടുക്ക്. അപ്പം ഞങ്ങൾ കസ്റ്റമറിന് സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാം. 4 മിനിറ്റ് കൊണ്ട്. എത്രയായിരുന്നു ഇതിന് കിട്ടിയത്? ഇതിന് എത്രയായിരുന്നു? 10? 8 അല്ലേ? $8 കേട്ടോ. അതല്ല ഞാൻ എന്നിട്ട് ചോദിച്ചേ. മറ്റേ ഈ വഴി ഇവിടെ അവസാനിച്ചതാ പുള്ളി. ഞാനത് അതിനോട് ചോദിച്ചു, ഇവനിങ്ങോട്ടേ പോന്നേ. അത് മനസ്സിലായി, ഞാനത് കണ്ടു. നീ എന്നെ നോക്കിയേ വേണ്ട. ഇവൻ ആകെ കൂടി ഇവൻ ഈ വ്ലോഗ് എടുക്കുന്ന കൊടുത്ത് എന്നോടെ ഇവന്റെ കോൺസെൻട്രേഷൻ മൊത്തം പോകും. നീ വണ്ടി ഓടിക്കൽ മാത്രമായിരിക്കണം നിന്റെ കോൺസെൻട്രേഷൻ കേട്ടോ. നീ മിണ്ടിക്കോ, നീ മിണ്ടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നീ മിണ്ടുന്നതിന്റെ കൂടുതൽ ഈ കോൺസെൻട്രേഷൻ കളയണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറ്റി ഇവിടെ ഇങ്ങ് എടുത്തോ. വീടിന്റെ മുറ്റത്താ, എന്നാലും കുഴപ്പമില്ല. ചവിട്ടി കൂട്ടുന്നതിന് മുമ്പേ വണ്ടി എടുത്തിട്ട് നോക്കും. ക്യാമറ ശോകമാണെന്നാണോ? ശോകന്നല്ല, ഇതേതരം മസ്ത 2 ഡെനിയോ. ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഈ ഓർഡർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഓർഡർ കൂടെ എടുത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടിയും കൂടെ എടുത്തിട്ട് ഞാനും കൂടെ, ഇതിപ്പോൾ ഇവൻ്റെ യൂബർ ഈറ്റ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവൻ്റെ യൂബർ ഈറ്റ്സ് കഴിഞ്ഞിട്ട് എൻ്റെ യൂബർ ഈറ്റ്സും കൂടെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറെ ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പം നമുക്ക് 2 പേർക്കും എത്ര കിട്ടിയെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് യൂബർ ഓടായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഓർഡർ കിട്ടുമല്ലോ അറിയത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇപ്പം ഈ ഓർഡറോടെ കഴിഞ്ഞിട്ട് ഇവൻ എന്നെ കൊണ്ടുവിട്ട് എൻ്റെ വണ്ടി ഞാൻ എടുത്തിട്ട് ഞാൻ യൂബർ ഓടാൻ ഇറങ്ങും. ഇവൻ്റെ വണ്ടിക്ക് യൂബർ ഓടിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യും. അപ്പം മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചു തരാം എത്ര ഓർഡർ എടുത്തു, ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ എത്ര സമയം എടുത്തു, എത്ര പൈസ കിട്ടിയെന്നൊക്കെയുള്ള ഏകദേശം. അന്നപ്പം ഞങ്ങൾ ഇവിടുത്തെ പെട്രോളിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്, നമ്മൾ എന്തോരം പെട്രോൾ അടിക്കണം, എത്ര എക്സ്പെൻസ് ഉണ്ടായിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഒരു ഐഡിയ ഒക്കെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, നമുക്കിപ്പം അറിയില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ഐഡിയ ഞാൻ പറയാം. പോയിക്കൊണ്ടിരിക്കുന്നത് വഴി, ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അപ്പം വെല്ലിംഗ്ടണിൽ ഇന്ന് സൺഡേ ഒക്കെ ആണെങ്കിലും എല്ലാ ആൾക്കാരും നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്ന സമയമാണ്. അപ്പം മറ്റ് കൺട്രിയിലേക്കൊക്കെ ഇങ്ങനെ വെക്കേഷനൊക്കെ പോകുന്ന സമയമായിട്ട് കുറച്ചധികം റഷൊന്നുമില്ല. അപ്പോൾ വണ്ടിയാണെങ്കിലും തിരക്കധികം കാര്യങ്ങളൊന്നും ഇല്ല റോഡിലൊന്നും, ഒരുപാട് ആൾക്കാരൊന്നുമില്ല റോഡിൽ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഈ സിഗ്നൽ കഴിഞ്ഞാൽ റൈറ്റ് ആട്ടോ. ഇവനിവിടെ അവനവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇവിടെ എൻ്റെ മൊബൈലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ്റെ കോൺസെൻട്രേഷൻ പോകും. ചില സ്ഥലത്ത് നമുക്ക് സിഗ്നൽ ഇല്ല. അതായത് ഇവിടെ റൂൾസ് ഗിവ് അവേ എന്നുള്ള റൂൾസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അതായത് നമ്മൾ മറ്റേ ആൾക്ക് ഇവിടെ നിർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മര്യാദ. അത് ആ മര്യാദ എല്ലാവരും കാണിക്കൂട്ടെ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു സിംഗിൾ റോഡ് അല്ലെങ്കിൽ ഒരു ഡബിൾ ലൈനുള്ള റോഡ് ഒരു സിംഗിളായി മാറുവാണെങ്കിൽ ഒരാൾ കയറി അടുത്ത ആൾ കയറി. ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ, ഒരാൾ കയറി കഴിയുമ്പം അടുത്ത ആൾ ജസ്റ്റ് എന്നിട്ട് പിന്നെയും കയറും. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവിടെ ഒരു എന്നാ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെയാണ് ഇവിടെ എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. ഒരു പീസ്ഫുള്ളായിട്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ കസ്റ്റമറുടെ അടുത്തെത്തി. കസ്റ്റമറിന് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അവനിങ്ങോട്ട് വരും. ഇതിപ്പോൾ കുറച്ച് മുകളിലേക്ക് അവന് നടന്നു പോകണം. ആ ഒരു വഴി അവൻ പോകുന്നുണ്ടോ, ആ ഒരു
ചില സമയത്ത് യൂബർ ഈറ്റ്സിൻ്റെ പ്രശ്നം നമുക്ക് കുറച്ച് ദൂരം, ഇവിടെയുള്ള മിക്ക വീടുകളും ഇതേപോലെ ഒരു വണ്ടിയൊന്നും മിറ്റത്തിരുന്ന വിധത്തിലായിരിക്കില്ല. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രയോറിറ്റി ഒന്നുമല്ല. അപ്പം ഇവർ ചിലപ്പോൾ കുന്നിൻ്റെ മുകളിലായിരിക്കും വീട്, സ്റ്റെപ്പ് കയറി പോകണം. ഇത് ഇവരുടെ ഇത് കണ്ട് ഇവിടുത്തെ വീടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്. താഴെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഗാരേജ് ഉണ്ട്. മുകളിൽ നമുക്ക് വീട് മുകളിലാണ്, ഗാരേജിൽ വണ്ടി പാർക്ക് ചെയ്യൽ. ചിലർക്ക് ലിഫ്റ്റ് ഉണ്ട്, നമുക്ക് ലിഫ്റ്റ് കയറി പോകാം. ചിലർക്ക് അതിനകത്തോടെ സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് കയറിപ്പോൾ. ചില സ്ഥലത്ത് വണ്ടി ഈ മിക്ക കിടക്കുന്ന വണ്ടി മുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെയാണ് കുറേ വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെയുള്ള മിറ്റമുള്ള ആ കിടക്കുന്ന വീടിൻ്റെ മിറ്റമുള്ള വണ്ടികളും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വണ്ടി ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ നടന്നു പോകണം. അപ്പം നമ്മൾ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴും നമുക്ക് ആ സെയിം പ്രശ്നമാണ്. അപ്പം നമ്മൾ നടന്ന് ഇവിടുന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് കൊടുത്ത് തിരിച്ചിറങ്ങി വരണം. വണ്ടി ഓഫ് ചെയ്യണം, അതൊരു വലിയ പ്രശ്നം കേട്ടോ. വണ്ടി ഓഫ് ചെയ്യണം. ചിലരുടെ വണ്ടിയൊക്കെ ഇങ്ങനെ വണ്ടി ഓഫ് ചെയ്യാതെ പോയിട്ട് വണ്ടി അടിച്ചുകൊണ്ട് പോയ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പ്രശ്നം കള്ളന്മാരൊക്കെ പൊതുവെ കുറവുള്ള സ്ഥലമാണ്. പക്ഷെ എന്നാലും നമുക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ, കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മോശം സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ നമുക്ക് വണ്ടി ലോക്ക് ചെയ്തിട്ട് എപ്പോഴും ഇറങ്ങിപ്പോകണം, വണ്ടി ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം. അത് നമുക്കൊരു വലിയ പ്രശ്നമാണ്. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ, ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴും ഫുഡ് എടുക്കാൻ പോകുമ്പോഴും നമ്മൾ വണ്ടി ലോക്ക് ചെയ്യണം. പിന്നെ ഇവിടെ യൂബർ ഈറ്റ്സ് ഓടുന്ന ആൾക്കാർ കാറിൽ ഓടുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറല്ലേ അതിനകത്ത് ഓടുന്നവരുണ്ട്. പിന്നെ നോർമൽ സ്കൂട്ടറുണ്ട്, അത് വേറെ റെയറായിട്ടേ കാണാറുള്ളൂ. അത് അവരുടെ തന്നെ വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഈ യൂബർ ഈറ്റ്സിൻ്റെ തന്നെ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സ്വന്തമായിട്ട് അങ്ങനെ വണ്ടി സ്കൂട്ടർ മേടിച്ചിട്ട് ഇവിടെ ഒരു 2 വീലർ എന്നുള്ളൊരു അധികമില്ല ആൾക്കാർക്ക്. അങ്ങനെ 2 വീലറിന് റെഗുലറായിട്ട് ഓടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് ബൈക്കുകളൊക്കെയാണ് ഇവിടെ, വലിയ CC കൂടി 600ഉം 1000 CC ഒക്കെ വരുന്ന സ്പോർട്സ് ബൈക്കുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ റോഡിൽ അങ്ങനെ അധികം കാറുകളല്ലാതെ മറ്റ് ചെറിയ വണ്ടികൾ ഇങ്ങനെ കാണാൻ പറ്റില്ല. അതും എനിക്കറിയില്ല ഇവിടുത്തെ കാര്യം എന്തുകൊണ്ടാണതെന്ന്. ചിലപ്പോൾ മേ ബി ഇവിടെ ഭയങ്കര കാറ്റുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും, തണുപ്പുള്ളതുകൊണ്ട്. പിന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര റൂൾസും ഉണ്ട്. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് വേണം, പ്രത്യേക റിഫ്ലക്റ്റഡ് ജാക്കറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. സ്കൂട്ടർ ഞാനിവിടെ വന്ന പിന്നെ വണ്ടി ഇങ്ങനെ 2 വീലർ ഓടിച്ചിട്ടുമില്ല, അതുകൊണ്ട് അറിയത്തില്ല അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പം അവനതേ പോയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഫുഡ് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. അല്ല, അവനതേ ഫുഡ് കൊടുത്തില്ല. അതെ, അവിടെ വഴി തപ്പി നടക്കുക കേട്ടോ, പാവം. വഴി നോക്കിയിട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു. പുള്ളി അപ്പുറത്തൂടെ പോയി മുകളിൽ പോയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് പിന്നെ അപ്പുറത്തെ വഴിക്കാണ് നടന്നു പോയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാട്ടോ ഇവിടെ. ചില സ്ഥലത്ത് നമുക്ക് കാണുകയില്ല അവരുടെ വീടിൻ്റെ നമ്പറൊന്നും. ഇവരെ വിളിച്ച ചില ആൾക്കാർ നമ്പർ കൊടുക്കില്ല, അതിനകത്ത് വിളിക്കാൻ പറ്റില്ല. ചിലർക്ക് ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ചിലർ ഇപ്പം ഡോറിന് മുമ്പിൽ അത് വെച്ചിട്ട് പോകാനുള്ള കാര്യമായിരിക്കും എഴുതിയിരിക്കുന്നത്. വീടിന് ഓടിച്ചില്ലെങ്കിൽ തെറ്റായ സ്ഥലത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് വീട് കണ്ടുപിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ടൈമിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ അവർ കംപ്ലയിൻറ്റ് കൊടുക്കും. നമ്മുടെ നെഗറ്റീവ് റിപ്പോർട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂബർ ഈറ്റ്സിനകത്ത് അത് പ്രശ്നം. നമുക്ക് ആക്സെപ്റ്റൻസ് റേറ്റ് കുറയും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ആക്സെപ്റ്റൻസ് റേറ്റ് ഉണ്ട്, പിന്നെ 2-3 ഓപ്ഷൻ ഇതും കൂടി ഉണ്ട്. അപ്പം നമ്മളതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്ക് പിന്നീട് ഓർഡറുകൾ കിട്ടാതെ വരും, പൈസ കുറയും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതായത് ഗുണങ്ങളെക്കാളും കൂടുതൽ യൂബർ ഈറ്റ്സിൽ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളാണെന്ന് തന്നെ പറയാം. എനിക്ക് അറിയത്തില്ല, ഞാൻ നാട്ടിലൊന്നും ഇതുപോലെ യൂബർ ഈറ്റ്സ് ഒന്നും ഓടിയിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ എങ്ങനെ ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ എനിക്ക് അറിയില്ല. ഇവിടെ യൂബർ ഈറ്റ്സിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മേ ബി അറിയില്ല. അപ്പം അവനെന്തായാലും വരുന്നോടുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. എടാ, നീ എന്താണ് ആൾക്കാരെ ഓടിച്ചിട്ട് പിടിച്ചാണ് കൊടുത്തേ? അവരെ ഓടിച്ചിട്ട് പിടിച്ചു കൊടുക്കുവാണേ. അതൊരു മാലമണ്ടയ്ക്ക് പുള്ളിക്കാരി പറഞ്ഞത് നമ്മൾ കയറി ചെല്ലുമ്പോൾ വൈറ്റ് റൈൽസ് ഉണ്ട്, അതിനെ ഫോളോ ചെയ്യാൻ. വലത്തോട്ടും വൈറ്റ് റൈൽസ് ഉണ്ട്, ഇടത്തോട്ടും ഉണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇടത്തോട്ട് പോയി, മേലെ വരെ ചെന്നു. പക്ഷെ അതല്ല, ഈ വഴിക്ക് ഇതിലെ നീ പോകുന്നുണ്ട്, അതിനെ നീ പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതല്ലായിരുന്നു, അപ്പുറം വഴി പോകണ്ടായിരുന്നു. ആ ചേച്ചിക്കാണ് ആസ്മയുള്ളത്, പകുതി വരെ ഇറങ്ങി വന്നു. ആണോ? എന്നിട്ട് നീ ഇത്ര സമയം എടുത്തോ? അതിന് പിന്നെ വർത്താനം പറഞ്ഞു പുള്ളിക്കാരി അവിടെ പറഞ്ഞു. നീ എന്ത് പറഞ്ഞത്? എന്തൊക്കെയുണ്ട് വിശേഷം, എവിടെ നിന്നാണ്, അങ്ങനെ ഇങ്ങനെയാ അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്ക് വയ്യ. വേണ്ട, ഇവനെ കണ്ട മാതാമേനോടൊക്കെ ഇവന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. കണ്ട മാതാമേനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നിന്ന്. ഇന്ത്യക്കാരിയാണോ? നോർത്ത് ഇന്ത്യൻ. എവിടെ നിന്നുള്ള ആൾക്കാരാ? നോർത്ത് ഇന്ത്യൻ ആണോ? നീ ഓക്കെ. നമ്മള് പിന്നെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ഇവിടുത്തെ കാര്യമാണ്. അവിടെ അടുത്തങ്ങ് ഇരിക്കായിരുന്നു നിനക്ക്. ഓക്കെ. അപ്പം ഞങ്ങൾ യൂബർ ഈ ഓർഡർ ഞങ്ങൾ ഇത് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഓർഡർ കിട്ടണം.
നീ കംപ്ലീറ്റ് കൊടുത്തില്ലേ? കൺഫേം ഡെലിവറി. അത് അവിടെ നിന്ന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് പണിയിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ വന്നിട്ട് കൊടുത്തില്ലെങ്കിൽ നീ എവിടെ നിന്നാണോ ആ ലൊക്കേഷൻ കൊടുക്കേണ്ടത് അവിടെ തന്നെ നീ ഡെലിവറി അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പം ഒരു പരിധി കൂടുതൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് പറയും നിങ്ങളുടെ ലൊക്കേഷൻ തെറ്റാണ്, ഞാൻ എന്നിട്ട് തിരിച്ചുപോയി. ഈ ഓട്ടത്തിന് 8:88 കിട്ടി. ഈ ഓട്ടം 8:88 അല്ലേ? നേരത്തെ ഇതിന് മുമ്പ് ഓടിയത് നമ്മൾ ഓടാൻ തുടങ്ങി പിന്നെ നമുക്ക് കിട്ടിയത് ആകെ 2 ഓർഡറല്ലേ? 2 ഓർഡറാണ് ഞങ്ങൾക്ക് ഇത്ര നേരം കൊണ്ട് കിട്ടിയത്. 8:88 അതും 8 തന്നെയാണ്. അത് 7 സംതിങ് എല്ലാം കൂടി ഒരു $16 നമുക്കിപ്പോ മൊത്തത്തിലായിട്ടുള്ളൂ ഇപ്പം നിലവിൽ. ഓക്കെ, നമ്മളിനി അടുത്ത ഓർഡർ നോക്കാം, കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ. നേരെ പോയിട്ട് ലെഫ്റ്റ് അല്ലേ? നമ്മളിപ്പോ ഇവിടുന്ന് എങ്ങോട്ടായിരുന്നു? ഇവിടുന്ന് അല്ല, ഇവിടുന്ന് റൈറ്റ് അല്ല. നമുക്ക് എന്നെ നീ ഒരു കാര്യം ചെയ്തോ, അവിടെ കൊണ്ടുവിടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും 2 വണ്ടി എടുക്കാം. അപ്പം എന്റെ വണ്ടി കൂടെ എടുക്കുവാണെങ്കിൽ റൈറ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടോ നീ. അപ്പം എന്റെ വണ്ടി കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് 2 പേർക്കും 2 ഇനിയിപ്പം 2 വണ്ടിയിൽ അങ്ങ് പോവാണെങ്കിൽ അപ്പം അത്രയും കൂടെ നമുക്ക് പൈസ കിട്ടുമല്ലോ. അപ്പം ലാസ്റ്റ് പിന്നെ നമുക്ക് 2 പേർക്കും മീറ്റ് ചെയ്തിട്ട് എത്ര പൈസ കിട്ടി എന്നുള്ളത് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് പറയാം. സമാധാനം, ഭയങ്കര പീസ്ഫുൾ. ഇപ്പം വണ്ടി നിർത്തിക്കുന്നുണ്ടോ? ഇതിപ്പം റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്കാണ് ഇവിടെ പ്രയോറിറ്റി. അതായത് ഇപ്പം ഇത് ഇതല്ലേ, ഇവന് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി അത് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് പോയി. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വണ്ടി നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യും. റൈറ്റ് സൈഡിലുള്ള വണ്ടി നമ്മൾ നോക്കിയിട്ട് വേണം. നമുക്ക് റൈറ്റ് സൈഡിൽ വണ്ടി ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോകാം. ഇതാണ് ഇവിടുത്തെ റൂള്. അപ്പം റൗണ്ട് എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരിക്കും റൂള്. ഞാനിപ്പം ഏകദേശം ഇവിടുത്തെ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്നാലും നമുക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇപ്പം നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ആൾക്കാരെന്ന്. അതാണ് അല്ലേ, ആ ഒരു സുഖം എനിക്ക് തോന്നുന്നു. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. ഡ്രൈവിംഗ് കൾച്ചർ ഭയങ്കര, ആൾക്കാർ ഭയങ്കര ഒരു സോഫ്റ്റ് ആണോ എന്താ പറയണ അല്ലേ? തിരക്കൊന്നുമില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് രാവിലെ പോകാൻ വേണ്ടി ഞാൻ എന്നിട്ട് പറന്നൊക്കെ, ഞങ്ങൾ 2 പേരും വേറൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ പാർട്ട് ടൈം ആയിട്ട് ഞങ്ങൾ പോകുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് രാവിലെ 8 മണിക്ക് അവിടെ ജോലി. ഇതിപ്പം ഉണ്ടോ, നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ നിർത്തി കൊടുക്കണം. അവർ 2 പേരും അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി നിർത്തി കൊടുത്തിട്ട് വേണം പോകാം. അപ്പോൾ അവർ പോയോണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. രാവിലെ 8 മണിക്ക് അവിടെ എത്തണം. ഞാനിവിടെ നിന്ന്, നമ്മുടെ മലയാളികളില്ല, നമ്മൾ എഴുന്നേറ്റ് എങ്ങനെ പോകുന്നത്? 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് 7:45 കട്ടിൽ നിന്ന് എഴുന്നേക്കുന്നമാരാണല്ലോ നമ്മള്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ രാവിലെ എഴുന്നേറ്റ് അവർ ഓടാനൊക്കെ പോയിട്ടൊക്കെയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അമ്മാതിരി നല്ല. ഇവിടുന്ന് റൈറ്റ് കേട്ടോടാ, അങ്ങോട്ട് കയറ്റി കൊടുത്ത് റൈറ്റ് പോകും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ അങ്ങോട്ട് വെക്ക്. ഞാൻ അവിടുന്ന് എടുക്കുമായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകണം. എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് പെഡസ്ട്രിയൻ ക്രോസിങ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു വണ്ടി ഓടിച്ച് ഇങ്ങനെ സമാധാനമായിട്ട് നാട്ടിൽ വരുമ്പോൾ എനിക്ക് നോ ഫ്രസ്ട്രേറ്റഡ്. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ നാട്ടിൽ ചെന്നേ. ഞാൻ ഇപ്രാവശ്യം ലീവിന് നാട്ടിൽ ചെന്നിട്ട് നാട്ടിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പം ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പം ഞാൻ ഒരാളോട് വഴക്ക് കൂടുകയും ചെയ്തു. ലാസ്റ്റ് ദേഷ്യം വന്നു കഴിയുമ്പം ഇവരെന്ത് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നേ എന്നൊരു ചിന്ത വരും. അത് നമ്മൾ ഭയങ്കര മറ്റൊരു നാട്ടിൽ ചെന്ന് ഭയങ്കര സെറ്റപ്പായി എന്നുള്ളതുകൊണ്ടല്ല, ഒരു എന്നാ പറയണ്ടേ, ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് സുഖമായിട്ടാണ് വണ്ടി ഓടിച്ച് എല്ലാവരും പോകുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്താനായി. അപ്പം വീട്ടിൽ ചെന്ന് ഇപ്പം വണ്ടി എടുക്കുക, നമ്മൾ അടുത്ത യൂബർ ഈറ്റ്സിന് വേണ്ടി പോകാൻ പോവാം. അപ്പം 2 പേരും കൂടെ 2 വഴിക്ക്. ഞാൻ എൻ്റെ വണ്ടി എടുത്തു. അപ്പം ഇനി ഞാൻ എൻ്റെ വണ്ടിക്കൊന്ന് അവനും അവൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. അവനൊരു ഓർഡർ കിട്ടി. ഇപ്പം ഞാൻ ഇനി എൻ്റെ വണ്ടി എടുത്തൊന്ന് യൂബർ ഓടാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് കാണാം എത്ര കിട്ടിയെന്നുള്ളതൊക്കെ. ഞങ്ങളൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി 2 പേരും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ട് പറയും. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് യൂബർ ഈറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നതാണ്. ഇന്നത്തെ നീ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചു? നിൻ്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഞാൻ പറയാമേ, ഇതിനകത്ത് ഞാനിന്ന് 2 മണിക്കൂറും 45 മിനിറ്റും വണ്ടി ഓടിച്ചു. നീ എത്ര ഓടിച്ചു? നിൻ്റെ നോക്കിയേ എത്ര കിലോമീറ്റർ ഓടിയെന്ന്, എത്ര സമയം ഓടിയെന്ന്? ഇന്നത്തെ 3.5 മണിക്കൂർ ഞാൻ 3.25 മണിക്കൂർ അവൻ ഓടി. 2.25 മണിക്കൂർ ഇവൻ്റെ കൊടുത്ത് 1 മണിക്കൂർ ഞാൻ ഇവൻ്റെ കൊടുത്ത് പോയായിരുന്നു. അപ്പം ഞാൻ ആ 1 മണിക്കൂർ കട്ട് ചെയ്തു. അപ്പം എൻ്റെ 2:45, നിൻ്റെ 3:45. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഇന്നത്തെ ഏണിങ്സ് എനിക്ക് $53.94 കിട്ടി. നിനക്ക് അത് ടിപ്പ് കൂട്ടണ്ട. ശരിക്കും കിട്ടിയിട്ട് $68 പ്ലസ് ഒരു പുള്ളിക്കാരൻ $25 ടിപ്പ് കുന്ന് കയറി ചെന്ന് പറഞ്ഞിട്ട് അയാളെ അടിച്ച് ഫിറ്റായിട്ടിരിക്കുന്ന കണ്ട് നിനക്ക് പൈസ തന്നെയാ. പുള്ളി ഫിറ്റ് ആയിട്ടിരിക്കാൻ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി $2 ആയിരിക്കും ടിപ്പിട്ട്, അല്ലെങ്കിൽ 25,000. പുള്ളി പറഞ്ഞ് ഞാൻ ഹങ് ഓവറാണ്, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല, കൊണ്ടുവരുമെന്ന് വെച്ചു. ഞാൻ കൊടുത്തു. അതിൽ ഫോട്ടോ എടുത്തു. എന്തായാലും ചേട്ടൻ $25
വന്നുകൊണ്ട് എനിക്ക് $93 കിട്ടി. അപ്പം ഫാനിൻ്റെ വെച്ച് കാരണം കേട്ടോ, ചിലപ്പോൾ കേട്ട് കാണില്ല. അപ്പം ഇന്ന് എനിക്ക് $25 ടിപ്പും കൂട്ടിയിട്ട് മൊത്തത്തിൽ 93.51, എനിക്ക് 53.94. അപ്പം നമ്മൾ ഇന്ന് ഏകദേശം നീ ഒരു 60 കിലോമീറ്റർ വണ്ടി ഓടിച്ചു, പോയി തിരിച്ചു വരുന്നതാണേ. 30 കിലോമീറ്റർ ഏകദേശം നീ വൺ സൈഡ് ട്രിപ്പിന്റെ ഇത്, പിന്നെ തിരിച്ചു വരുന്ന അവിടെ കൂട്ടിയിട്ട് മൊത്തത്തിലൊരു 60 കിലോമീറ്റർ. ഞാൻ ഏകദേശം 25 കിലോമീറ്റർ വൺ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരുന്നതുകൊണ്ട് കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ഏകദേശം പോയി ചില സ്ഥലത്തൊക്കെ തിരിച്ചു വരുന്നുണ്ട്, ചില സ്ഥലത്ത് ബാക്കിൽ നിന്ന് പകുതിയിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടും. അപ്പം അങ്ങനെ എനിക്ക് 50 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു, നീ ഒരു 60 കിലോമീറ്ററോളം വണ്ടി. എല്ലാം കൂടി ഒരു $10 താഴെ എണ്ണ പൈസ വരുള്ളൂ. $10 കൂട്ടായിരിക്കും അല്ലേ? അത് നമുക്ക് ഡിപ്പെൻസ്, കാറിനല്ലേ, നമ്മൾ കാറാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുന്നും മലയും പർവ്വതങ്ങളൊക്കെ ഉള്ള സ്ഥലം, അപ്പൊ അതിനനുസരിച്ച് ഇച്ചിരി വ്യത്യാസം വരും. അത്യാവശ്യം കുന്നുണ്ട് ഇവിടെ. നമുക്ക് ന്യൂസിലാൻഡിൽ നിന്നൊക്കെ ആൾക്കാർ കേൾക്കുമ്പോൾ നല്ല നിരന്ന പ്രദേശമാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, നല്ല അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ഉണ്ട്. പക്ഷെ റോഡുകളുണ്ട്, അതുപോലെ നല്ല റോഡുകളാണ്. നമുക്കതുകൊണ്ട് വണ്ടി ഓടിച്ച് കയറി കുറേ കുന്നിൻ്റെ മുകളിലൊക്കെ കുറച്ചൊക്കെ നടക്കാനുണ്ട്. ഞാൻ കാണിച്ചു തന്നില്ല, വീഡിയോയിൽ ആദ്യം നിങ്ങൾ കണ്ടേ ആ പോർഷനൊക്കെ. അപ്പം നമുക്ക് ഏകദേശം ഒരു $10, നിനക്കൊരു $10-15 ഒരു, അതായത് ഇവിടെ ഫുൾ ടാങ്ക് ഏകദേശം ഞങ്ങളുടെ വണ്ടിക്കകത്ത് ഏകദേശം കാറിനുള്ള 35 കിലോ ഒക്കെ ആയിരിക്കും. 35-30 നിനക്ക് എത്ര അടിക്കുന്നത് നീ ഫുൾ ടാങ്ക്? വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ എത്ര ലിറ്ററാണ് അടിക്കുന്നത്? 30-35 കണ്ട എന്റെ ഏകദേശം സെയിം വണ്ടി, സെയിം 4 സീറ്റർ അല്ലേ 5 സീറ്റർ അല്ലേ, നമ്മൾ ഏകദേശം സെയിം ഇതാണ്. 35 ലിറ്ററോളം അടിക്കും. ഇവിടെ ഒരു ലിറ്ററിന് ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ കണക്കിൽ ഒരു $150 രൂപ. അതാണ് ഇവിടുത്തെ പെട്രോളിന്റെ ഒരു 150 വരില്ല, 130 $120. പക്ഷേ $120 രൂപ കേട്ടോ, സോറി ക്ഷമിക്കണം, $120 രൂപ 120-130 രൂപേൻ്റെ ഒക്കെ ഇടയ്ക്കായിരിക്കും നമ്മളിവിടുത്തെ 1 ലിറ്റർ പെട്രോളിന് ഏകദേശം വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം പിന്നെ മറ്റേ വണ്ടീൻ്റെ അപ്പം ഏകദേശം പെട്രോളിൻ്റെ പൈസ $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 50 രൂപയാണ് കേട്ടോ. ഇവിടുത്തെ ന്യൂസിലാൻഡ് ഡോളർ ഏകദേശം നാട്ടിലെ 50 രൂപയാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കണം. ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ടും കുറച്ച് സമയം ഓടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പറയുന്ന ഈ ഒരു ഇത് ഇപ്പം ഞങ്ങൾ ഇട്ടേക്കുന്ന ഏകദേശം പൈസയൊക്കെ പറയാൻ പറ്റില്ല, അത് കുറവാട്ടോ. കാരണം ഇത്ര വണ്ടി ഓടിച്ച് നമ്മുടെ ടൈം, പിന്നെ ഇതൊരു ഫുൾ ടൈം ജോബായിട്ടൊന്നും എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർക്ക് അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവില്ല, അതിന് മാത്രമൊന്നുമില്ല. ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ഇടയ്ക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ടാക്സി ഇത് ഓടാൻ വേണ്ടി പോകാമെന്നൊക്കെയുള്ള യൂബർ ഈറ്റ്സ് ഉപയോഗിക്കാമെന്നൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ ലാഭമൊന്നുമില്ല ഇവിടെ ശരിക്കും പറഞ്ഞിട്ട്. കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നമ്മുടെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റെൻറ്റും മറ്റു കാര്യങ്ങളും, ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ്, പുറത്തൊക്കെ ഇറങ്ങുന്നതിൻ്റെ വണ്ടി, ആകെ പെട്രോളിന് പൈസ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 120 രൂപ ഒരു ലിറ്റർ പെട്രോളിന് വരുമെന്നുള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കഷ്ടപ്പാടിനുള്ളതുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ അവിടുത്തെ പൈസ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ്റെ പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും $50. നമുക്കിപ്പോൾ ഏകദേശം 2,500 രൂപ. ഞാനിപ്പോൾ 2.25 മണിക്കൂർ ഓടിയപ്പോൾ 2,500 രൂപ കിട്ടി. നിനക്കിപ്പം ടിപ്പും കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു 4,500 രൂപയോളം നിനക്കൊരു 3.25 മണിക്കൂർ ഓടിയപ്പോൾ കിട്ടി. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുതാരും, അത് എക്സ്പെൻസ് കൂടുതലാണ് ഇവിടെ. അപ്പോൾ അതനുസരിച്ച് ഇതൊരു പാർട്ട് ടൈം ഒക്കെ ആയിട്ട് ചുമ്മാ ഓടുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് ഓടുന്ന രണ്ടുപേരും വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് ചുമ്മാ ഒന്ന് ചെയ്തിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് ഇറങ്ങിയത്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട്, സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.